ഹലോ, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വ്ളോഗിൻ്റെ വൈകിട്ടത്തെ ബാക്കി കുറച്ച് വിശേഷങ്ങളും പിന്നെ അടുത്ത ദിവസത്തെ വിശേഷങ്ങളും വയ്യാതായ ദിവസത്തെ കുറേ കാര്യങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാനും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ഒതുക്കൽ പണി എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ ഒരു മനസ്സമാധാനമാണ്. അപ്പം ഇന്ന് ഞാൻ ചൂസ് ചെയ്തത് ബെഡ്ഷീറ്റ്സൊക്കെ ഒന്ന് മടക്കി വെക്കാനാണ് കേട്ടോ. അപ്പം ഈ ഒരു ദിവസം തൊട്ട് തന്നെ ഒരു സുഖമില്ലായ്മ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ ഓൾറെഡി മോനൊക്കെ ചുമയൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ പകരുന്ന അസുഖമാണെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടുമല്ലോ. അപ്പം ചൂടുവെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ടെങ്കിലും എന്തായാലും അസുഖം വരുന്ന ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മോനൊരു സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രെഡും ചീസും പിന്നെ കുറച്ച് ചിക്കൻ്റെ പീസസും എല്ലാം കൂടി വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മോളവിടെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഡംപ്ലിങ്സിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മാവൊക്കെ കുഴച്ചതിന് ശേഷം പിന്നെ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ പണി പകുതിയാക്കി വെച്ചിട്ട് പിന്നെ രാത്രിയാണ് കേട്ടോ അത് കണ്ടിന്യൂ ചെയ്തത്. ഞാൻ പതിവ് പോലെ വൈകിട്ട് ഈ ഒരു ടൈമിൽ കുറച്ച് ബാൽക്കണി പരിപാടികളുണ്ട്. ചെടിയൊക്കെ പയ്യെ ഉണങ്ങിയ ലീവ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ഏതെങ്കിലും ഒരു ചെടീനെ കെയർ ചെയ്യുക, അതാണ് കേട്ടോ നമ്മുടെ വൈകുന്നേരത്തെ ഗാർഡനിങ് പരിപാടികൾ. ഈ ഒരു ചെടിയൊക്കെ നല്ല രീതിയിൽ നിന്നിരുന്നതാണ് കേട്ടോ. ഇനിയിപ്പം എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ബെഡ്ഷീറ്റ്സ് മടക്കി വയ്ക്കുന്ന പരിപാടിയാണെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതിലെനിക്ക് ഒട്ടും പറ്റാത്തൊരു പണിയാണ്. ഒരു ഫിറ്റഡ് ഷീറ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് മടക്കി വയ്ക്കാം. ഞാൻ എപ്പോഴും ചുമ്മാ എങ്ങനെയൊക്കെയോ മടക്കി വയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ട്യൂട്ടോറിയൽ നോക്കിയിട്ട് ഫിറ്റഡ് ഷീറ്റ് മടക്കി വയ്ക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒട്ടും പെർഫെക്റ്റായിട്ട് അല്ലെങ്കിൽ കൂടിയും എന്തോ ഒരു രീതിയിൽ എനിക്കതൊന്ന് മടക്കി വയ്ക്കാൻ പറ്റി. സാധാരണ ഞാൻ മടക്കി വയ്ക്കുന്നതിലും ബെറ്ററായിട്ട് മടക്കി വയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് ട്രൈ ചെയ്തിട്ട് ഇനി കറക്റ്റായിട്ട് മടക്കി വയ്ക്കാൻ പഠിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളിതാ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങുകയാണ്, ജസ്റ്റ് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ എനിക്ക് ഓർഗാനിക് മഞ്ഞൾപ്പൊടി വാങ്ങിക്കാനുണ്ടായിരുന്നു. കാരണം മഞ്ഞൾപ്പൊടിയും തേനും നല്ലതാണ് നമുക്ക് ചുമ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസൊക്കെ വരുമ്പോഴത്തേനും. അപ്പോൾ അത് വാങ്ങിക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്നും പറഞ്ഞിട്ട് വെറുതെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ആദ്യം ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു എപ്പോഴും ചായ തന്നെയല്ലേ, അപ്പം സൂപ്പ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് പലാരം എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ എത്തിയിട്ട് ജസ്റ്റ് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് കുടിക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ തൊണ്ടവേദനയൊക്കെ ഉള്ളപ്പോൾ നല്ലതല്ലേ. പിന്നെ ഞങ്ങൾ ഒരു ഓർഗാനിക് ഫാം സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ പോയി. ഞാൻ മഞ്ഞൾപ്പൊടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു അടിപൊളി ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അപ്പം തന്നെ മഞ്ഞൾ ലൈവായിട്ട് പൊടിച്ച് കിട്ടും, ഓർഗാനിക്. അതുപോലെ എല്ലാ മസാലപ്പൊടികളും അവിടെ നിന്ന് ആ ഒരു ടൈമിൽ അപ്പം തന്നെ പൊടിച്ച് നമുക്ക് കിട്ടും. നമ്മുടെ തൊട്ടടുത്താട്ടോ, അത് കാരണം എളുപ്പമുണ്ട്. പിന്നെ അവിടെ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ ബീഫ് റോസ്റ്റ് മസാലയാണ് കേട്ടോ. ശരിക്കും മുഴുവൻ മുളകും മുഴുവൻ ഉണക്കമുളകും എല്ലാം കൂടി ഇട്ടിട്ട് അതപ്പം തന്നെ അവർ പൊടിച്ച് തരും. പക്ഷേ ഞാൻ ആ ഒരു ദിവസം വാങ്ങിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നൊരു ദിവസം നമ്മൾ അതിൻ്റെ ചെറിയൊരു പാക്ക് വാങ്ങിയിട്ട് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ബീഫ് റോസ്റ്റിനേക്കാളും ഒക്കെ നല്ല ഭയങ്കര ഫ്ലേവറായിട്ട് കിട്ടി. അപ്പോൾ അതെന്തായാലും പിന്നൊരു ദിവസം കേട്ടോ ചെയ്തത്. അപ്പോൾ മോള് ഡിസൈൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഏതോ ഒരു പിക്ചർ അയച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം അത് പെട്ടെന്ന് തന്നെ വരച്ചിട്ട് സെൻഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. നമ്മൾ തിരിച്ചു വന്നപ്പം മോള് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നല്ല രസമുണ്ടായി ഈ ഒരു പിക്ചർ. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഡംപ്ലിങ്സ് ഇതാണ് കേട്ടോ. ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഗാർലിക് ചില്ലി ഫ്ലേക്സും കൂടി മൈക്രോവേവിലിട്ടിട്ട് ഇതിൻ്റെ മുകളിലൊഴിച്ച് 1 മിനിറ്റ് ചൂടാക്കി. അപ്പോൾ ഞാൻ നമ്മുടെ റിയൽ ഫാം സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ ഒന്നുമില്ല കേട്ടോ, എന്നാലും ജസ്റ്റ് കാണിച്ചു തരാം. നല്ല ശുദ്ധമായ നെയ്യ് കിട്ടി. അപ്പോൾ അതൊരു ചെറിയ പാക്ക് വാങ്ങിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വെച്ചു. പിന്നെ എനിക്ക് പെരിഞ്ജീരകം ആവശ്യമുണ്ടായിരുന്നു. പെരിഞ്ജീരകം തീരെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പം എന്തായാലും അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പെരിഞ്ജീരകം കണ്ടപ്പോൾ അത് അവിടെ നിന്ന് വാങ്ങിച്ചു. പിന്നെ വാങ്ങിച്ചതാണ് നമ്മുടെ ഓർഗാനിക് മഞ്ഞൾപ്പൊടി. നല്ല സൂപ്പർ മഞ്ഞൾപ്പൊടി അപ്പം പൊടിച്ചത് കിട്ടിയതുകൊണ്ട് വാങ്ങിച്ചു. അപ്പോൾ ഇതായിരുന്നു മിനിമം ക്വാണ്ടിറ്റി. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഇനിയിപ്പോൾ തേനൊക്കെ മിക്സ് ചെയ്ത് കഴിക്കണം. അപ്പോൾ
അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യലുണ്ടോ? അതായത് മഞ്ഞൾപ്പൊടിയും തേനും കുരുമുളകും കൂടി മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ടോ? ഈ ചുമയൊക്കെ വരുമ്പോഴത്തേനും ഞാൻ ഒത്തിരി നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. മിക്കവാറും ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ. ഇനിയിപ്പോൾ അടുത്ത ദിവസത്തെ കാര്യങ്ങളാണ്. ഒരു അവധി ദിവസമാണ് കേട്ടോ. അപ്പം കുട്ടികൾ കുറച്ച് റിലാക്സ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. ക്ലാസ്സിലൊന്നും പോകാനില്ലല്ലോ. നമുക്ക് ആസ് യൂഷ്വൽ കുക്കിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ബീഫ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല മീൻസ് എത്രയും പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്താക്കണമല്ലോ. അപ്പം എനിക്ക് കട്ട് ചെയ്യാനും ഉണ്ട് ബീഫ്. അതിൻ്റെ ഇടയിൽ ജോലിയുള്ളൊരു ദിവസമാണ്. അപ്പം ലോഗിൻ ചെയ്യാനും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വയ്യായ്കയുള്ള ദിവസം ആകപ്പാടൊരു മടുപ്പാണ്. പിന്നെ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തും ഷൂട്ട് ചെയ്തും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് ഒരു മോട്ടിവേഷൻ നമ്മൾ സ്വയം കണ്ടെത്തും. അല്ലാതെ നിവൃത്തിയില്ലല്ലോ. നമുക്ക് മടിയാണെന്നും പറഞ്ഞിട്ട് ഫുൾ റിലാക്സ് ചെയ്തിരുന്നാൽ വീട്ടിലെ കുറേ കാര്യങ്ങൾ ഉഴപ്പും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇരിക്കാൻ അത്ര വലിയ ഇഷ്ടമില്ല. ആസ് ലോങ് ആസ് പോസിബിൾ നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം പറ്റുന്ന ജോലിയൊക്കെ ചെയ്യാൻ തന്നെയാണ് ഇഷ്ടം. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഉഴപ്പിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ദിവസത്തേക്ക് വീട് മൊത്തം അത്യാവശ്യം മെസ്സി ആവുമല്ലോ. അപ്പോൾ അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ജോലി ചെയ്യുകയാണ്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് തുളസി പറിച്ചില്ലേ, അത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളപ്പിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ തലേദിവസം വാങ്ങി വെച്ച മഞ്ഞൾപ്പൊടിയും തേനും കുരുമുളകും കൂടി മിക്സ് ചെയ്തിട്ട് കുഞ്ഞ് പാത്രത്തിലാക്കിയിട്ട് ഞാൻ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടുത്ത് തന്നെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യെത്താൻ ദൂരത്തെ സംഭവം ഉണ്ടെങ്കിൽ നമുക്കത് ഇടയ്ക്ക് എടുത്ത് കഴിക്കാം. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോഴത്തേനും നല്ലതാണ്. അടുത്ത പരിപാടി കുറച്ച് പാവയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പാവയ്ക്ക കറിയും ഇവിടെ ഇഷ്ടമാണ്. അതുപോലെ എനിക്ക് പാവയ്ക്ക ഒന്ന് മെഴുക്കുവരട്ടി ആക്കി എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് അധികം തന്നെ എടുത്തിട്ട് ഞാൻ ഉപ്പിട്ട് വെക്കും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് അതിൻ്റെ വെള്ളം നമ്മൾ മാറ്റുവാണെങ്കിൽ കയ്പ്പ് കുറച്ചെടുക്കാമല്ലോ. അപ്പോൾ പാവയ്ക്കയുടെ കയ്പ്പ് കുഴപ്പമില്ലെങ്കിൽ ശരിക്കും ആ വെള്ളം കളയാതിരിക്കുകയാണ് നല്ലത്. പക്ഷേ ഇവിടെ ഒത്തിരി കയ്പ്പായാൽ അധികം ചിലവാവില്ല. അപ്പം ഞാൻ എന്തായാലും അത് അങ്ങനെ ചെയ്തു വെക്കുകയാണ് കേട്ടോ. അപ്പം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ബീഫ് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇത് കാണാൻ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്തോട്ടെ, ഞാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം ബീഫ് കട്ടാക്കി എടുക്കാനുണ്ടായിരുന്നു. അപ്പം ഫ്രീസറിൽ നിന്ന് ഒരുപാട് തണുപ്പ് പോകുന്നതിന് മുന്നേ തന്നെ കട്ട് ചെയ്യലാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമുക്ക് നല്ല ഈസി ആയിട്ട് നല്ല പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ കുറേ പ്രാവശ്യം വാഷ് ചെയ്ത് എടുക്കും കേട്ടോ. ഉപ്പിട്ടിട്ടും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടും ഒക്കെ ഞാൻ കുറേ പ്രാവശ്യം വാഷ് ചെയ്തെടുക്കും. അപ്പോഴാണ് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും എല്ലാം നല്ല വൃത്തിയായിട്ട് കിട്ടുന്നത്. അപ്പോഴാണ് ഈ ഒരു ടൈം ആയപ്പോഴത്തേനും എനിക്ക് തീരെ വയ്യാതെയായിട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ബീഫ് നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുത്തല്ലോ. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് വേവിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാവയ്ക്കയുടെ പരിപാടിയൊക്കെ ഞാൻ ഉപേക്ഷിച്ചു, കാരണം എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മോളെ കൊണ്ട് മെഴുക്ക് വരട്ടി ആക്കി എടുക്കുകയാണ് കേട്ടോ. എന്താവുന്നൊന്നും ഒരു പിടിയില്ലെങ്കിൽ കൂടിയും അവളോട് അത് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ സർപ്രൈസിംഗ്ലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കുന്നതിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ വൈകിട്ട് ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. എനിക്ക് തീരെ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പം നമുക്കിവിടെ തൊട്ടടുത്ത് നടന്നാൽ തന്നെ ഹോസ്പിറ്റലിലെത്തും. അപ്പം പെട്ടെന്ന് തന്നെ നടന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് വയ്യാതെ ആയി തുടങ്ങി, കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ആയി തുടങ്ങി. അപ്പോൾ ഞാൻ തന്നെയാണ് പോണത്. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, ഫിസിഷ്യനെ കാണാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഫാമിലി മെഡിസിൻ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് ആൻറ്റിബയോട്ടിക്സ് ഒന്നും കിട്ടിയില്ല. എന്താ പറയുക, അലർജിയുടെ മെഡിസിനും പിന്നെ ചുമയുടെ മെഡിസിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നു. കാരണം എനിക്ക് നെഞ്ചിന് നല്ലൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയായിരുന്നു ചുമയുടെ ഇതായിട്ട്. ഇതിപ്പോൾ തിരിച്ചു വന്നിട്ട് എനിക്ക് കുറേ കാര്യങ്ങളും കൂടി ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ അവിടെ ഇരുന്ന് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്നിരുന്ന് എഴുതുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ. എത്രയൊക്കെയാണ് ചെയ്യുന്നത്, അതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പോയി കംപ്ലീറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഒലത്തിയെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേനും എനിക്ക് കുറച്ചൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ തുളസി തിളപ്പിച്ചിട്ടുണ്ടായില്ലേ, ആ ഒരു വെള്ളം സിപ്പ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ ഇതാ ബീഫ് റോസ്റ്റ് ഞാൻ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്, നല്ലോണം വരട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രാവശ്യം ബീഫിൻ്റെ മസാല നമ്മളവിടെ നിന്ന് വാങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിനേക്കാളൊക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ വയ്യാതിരുന്നുകൊണ്ട് പിന്നെ അധികം ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പം ചെറിയൊരു വ്ളോഗായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ ബൈ.